ഒരു ട്രെയിൻ യാത്രയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിച്ചത്. പാതി വഴിയിലാണ് ഞാൻ കയറിയെങ്കിലും ഈ കഥ തുടങ്ങിയത് കമ്പംമേട്ടിൽ നിന്നാണ്. അവിടുത്തെ പ്രധാനിയായിരുന്ന പാർത്ഥസാരഥിയുടെ ഭാര്യ സരസ്വതി പൂർണ്ണ ഗർഭിണിയായിരുന്നു. കമ്പംമേട്ടിനടുത്തുള്ള ഗ്രാമമായിരുന്നു ഞങ്ങളുടേത്, ചെമ്മണ്ണൂർ. അവിടെ മാധവൻകുട്ടി എന്ന് കേട്ടാലേ നാട്ടുകാർ നടുങ്ങും. ഞാൻ മഹാദേവന ചേട്ടാ, ഒരു കാര്യമുണ്ട്. മാധവൻകുട്ടിക്കെല്ലാം മനസ്സിലായി. അയാൾ എന്നെ ഇപ്പൊ കൊല്ലും. എന്നെ രക്ഷിക്കാൻ. ഇപ്പൊ നീ എവിടുന്ന സംസാരിക്കുന്നേ? കമ്പംമേട് ചെക്ക് പോസ്റ്റിനടുത്തുന്ന. അയ്യോ, എന്നെ വിശ്വാസം വന്നാൽ ശത്രുവായ പോലും ഞാൻ ബഹുമാനിക്കും. എങ്കിൽ വിശ്വാസവഞ്ചന ഉണ്ടല്ലോ, കൂടപ്പറപ്പ് കാണിച്ചാലും ഞാൻ വെറുതെ വിടില്ല. ഒരു ജീവൻ എടുക്കാൻ വേണ്ടി കമ്പംമേട്ടിൽ വന്ന മാധവൻകുട്ടി അന്ന് 2 ജീവൻ രക്ഷിച്ചത് അതിശയമല്ലേ? അതാണ് ദൈവനിശ്ചയമെന്ന് പറയുന്നത്. പേരിടുന്നവരുടെ സ്വഭാവം കുട്ടിക്കും വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പേരിടുന്നോണ്ട് എന്നെ പോലെ അടിയും പിടിയൊന്നും വേണ്ട. ശാന്തതയും ക്ഷമയും ഉണ്ടാകണം. എല്ലാം താങ്ങുന്ന ഭൂമിയെ പോലെ. ആ പേര് നിനക്ക് ഞാൻ ഇടുക, ഭൂമിനാഥൻ. പിന്നെ എന്റെ പേരിന്റെ കൂടെ ഒരു പെണ്ണിന്റെ പേരോട് ചേർത്താ നിന്നോട് ഇഷ്ടം കാണും, അതുകൊണ്ടല്ലേ എഴുതിയത്. ആ അപ്പോ ഇത് നിന്റെ പണിയല്ലേ? നീയാണ് ആ അമ്മുകുട്ടി അല്ലേ? എടി അമ്മുകുട്ടി, നീ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? നീ എവിടെയാ? ചെറിയ പ്രായം മുതൽ എങ്ങനെയാണ് ഭൂമിനാഥനെ പെൺകുട്ടികൾ ഏത് സമയവും കളിയാക്കിക്കൊണ്ടിരിക്കും. എന്താടാ ഭൂമി, എല്ലാരും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, വക്കീലാകണമെന്ന് പറയുന്നു. നീ എന്താ പറഞ്ഞേ? ചെമ്മണ്ണൂർ മാധവൻകുട്ടിയെ പോലെ ആകണമെന്നോ? അതെ സാർ. ശാന്ത സ്വഭാവക്കാരനായിരിക്കണമെന്ന് പറഞ്ഞാണ് മാധവൻകുട്ടി പേരിട്ടത്. എന്നാൽ ഭൂമിനാഥൻ എന്താ ഭൂമി, എങ്ങനെയുണ്ട് വരവേൽപ്പ്? ആർക്കാണ് ഇതൊക്കെ? നിനക്ക് തന്നെ. ഭൂമി, ഇത് കൊള്ളാലോ. എന്റെ പേരുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ. വേറെ ആരുമില്ലടാ, നീ തന്നെ. ഇവനെങ്ങനെ വീണേ? 15 ലക്ഷം നമുക്ക് കൺഫേം. ഞാനൊന്നും ചെയ്തില്ലല്ലോടാ. ഇവനെന്താ കോച്ചു പോയോ? ഓടിച്ചു ചാവോ? ഭൂമി, ഇനി ഒരാളുകൂടി ഉണ്ട്. ഗെയിമാന്ന് പറഞ്ഞിട്ട് അയാൾ യഥാർത്ഥത്തിൽ അടിക്കുവാടാ. നീ പോയി അടിക്കടാ.
കണ്ടോ 15% കമ്മീഷൻ എനിക്ക്, ബാക്കി നിനക്ക്. ഓക്കെ, ഇത് വെച്ച് നിന്റെ അനിയത്തിയുടെ കല്യാണം നടത്താനുള്ള വഴി നോക്ക്. ഇനി ഇതുപോലുള്ള ജോലിക്ക് എന്നെ വിളിച്ചേക്കരുത്. എന്താ സ്വാതിക? അമ്മേ, അമ്മേ. അല്ല വന്നോ? വാ വാ. ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയെ, എന്റെ കൂട്ടുകാരൻ ശിവന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോകുന്നു. കല്യാണമാണെങ്കിൽ കുമളിയിൽ. അതിനു മുൻപ് നീ എന്തിനാ ബാങ്കോക്കിന് പോയത്? ദേ നോക്ക്, നിന്റെ മോൻ ഇവിടം വിട്ട് മുൻപ് എവിടേക്കും പോകില്ലായിരുന്നു. മാറടാ, ഇപ്പൊ നാട് മുഴുവൻ കറങ്ങാനുള്ള പരിപാടി. മാറുന്നില്ല. എന്തോന്നാവാന്ന്? ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യം തന്നെയാ പറഞ്ഞത്. അത് കൊള്ളാടാ. ഇന്ന് കാശിന് വേണ്ടി മല്ലിടാൻ പോകുന്നവൻ നാളെ കാശ് വാങ്ങിയിട്ട് ആളെ തല്ലിക്കൊല്ലാൻ പോലും നീ മടിക്കില്ലോടാ. എല്ലാം എന്റെ തലവിധിയാ. ചെമ്മണ്ണൂർ മാധവൻകുട്ടി ഇവന് പേരിട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചതാ ഇവനും അയാളെ പോലെ തന്നെ ആകുമെന്ന്. വെറുതെ അങ്ങനെയൊക്കെ പറയല്ലേ. അദ്ദേഹം തന്നെ കൊലയും തല്ലും ഒക്കെ നിർത്തിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പം ദൈവത്തെ പോലെ. എന്നാൽ ആ ദൈവത്തിനെ വെച്ച് ഇവനെ ശരിയാക്കാൻ പറ്റും. അത് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടേഷൻ സംഘം ഇവിടെ കയറാൻ പാടില്ല. രാവിലെ മുതൽ ഈ നായായിട്ട് കറങ്ങുക, ഇതുവരെ അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓ, വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എവിടാണോ ഇത്? എന്തായാലും ഇവിടെ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാം. ഇത് തന്നെ ആയിരിക്കും വീട്. ഇതാണ് ഭൂമിയുടെ വീട്. ഭൂമിയാ? ഭൂമി സാറെന്ന് പറയടാ. ഇനി ആരെങ്കിലും അവന്റെ പേര് കൂട്ടി പറഞ്ഞാണ്ടല്ലോ മുഖം അടിച്ചാൻ പിടിക്കും. ആഹാ, ഇതൊരു വീടല്ല, കോവിൽ. ശ്രീകോവിലല്ലേ ഇത്? എന്റെ സ്വാമി ഭൂമിയേ, പുറത്തു വന്നാലും ആരാച്ചത്? അച്ഛന്റെ ഫ്രണ്ടാണ്. ബോസ്, ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് ബോസ്. എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് വിജയിക്കും ബോസ്. ഞാൻ ബോസിനെ വണങ്ങുന്നത് നീ നോക്കി നിൽക്കാതെ നീയും കൂടി ഒന്ന് തൊഴടാ. തൊഴുതെങ്കിലല്ലേ ബോസ് നമ്മളെ എടുക്കുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ നായുടെ ബോസ്? ഇല്ല, എന്നെ കമ്മിറ്റ് ചെയ്യാതെ ഞാൻ എഴുന്നേക്കില്ല. കമ്മിറ്റ്. ഇത് ആരാടാ രാവിലെ വീട്ടിൽ കയറി വന്ന ഹനുമാനെ പോലെ ഇരിക്കുന്നത്? എനിക്കൊരു സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബോസ്, ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബോഡി ഗാർഡ് കൂടെ ചേരാൻ ആരോടെങ്കിലും ചോദിക്കണോ? ബോസിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പറ. ഇപ്പൊ അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചു പോടും ബോസ്. ഞാൻ ചോദിക്കുന്ന കേട്ടില്ലടാ. എന്നെ വെട്ടിക്കൊല്ലട്ടെ. ഇതെന്ത് ഫാമിലി? അല്ലെങ്കിൽ തന്നെ സൗകര്യമില്ലാതിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവൻ ബോംബ് സ്ക്വാഡ് ഡോഗിനെങ്കിലും ഇവിടെ കോട്ടിച്ചുപട്ടിയെ കൊണ്ടുവന്നിട്ട്. ബോസ്, ഇവിടെ നോക്ക്. എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, എന്റെ അനിയനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടല്ലോ. ക്ഷമിക്കില്ല ഞാൻ. നിങ്ങൾ വിചാരിക്കുന്നല്ലോ അവൻ കൊടിച്ചുപട്ടിയൊന്നും അല്ല, ട്രെയിനിങ് ഡോഗ് ആണ്. അവിടെ നിൽക്ക്, ഞാൻ നായുടെ കഴിവ് കാണിച്ചു തരാം. ഇവിടെ നോക്ക്, ഇതുണ്ടോ പന്ത്? ഇതാനിയാ, പിടിച്ചോ. അങ്ങനെ ഇങ്ങോട്ട് കണ്ടില്ലേ ബോസ്? ദൂരേക്ക് എറിഞ്ഞ പന്ത് ഉടനെ തന്നെ എടുത്തോണ്ട് വരുന്നത് കണ്ടോ? ഇതിന് മാത്രം 3 വർഷം ട്രെയിനിങ് കൊടുത്തത്. ബോൾ എടുത്തോണ്ട് വരാൻ എന്തിനാടാ 3 വർഷം? 1 മിനിറ്റ് പോരെ, നീ പോയി എടുത്തിട്ട് വന്നാ പോരെ. ഓ ശരി ശരി, സമ്മതിച്ചു. എന്താ ഇത്? വടിവാൾ കുമാറിന്റെ അടുത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ കഴിവ് കണ്ട് പേടിച്ച് എനിക്ക് തന്ന സമ്മാനമാണിത്. അതുകൂടാതെ കല്ലൂരി ശശി തന്ന ഗിഫ്റ്റാണിത്. ഇതൊന്നും കൂടാതെ ബോംബ് ഭാസ്കറിന് എനിക്ക് സമ്മാനമായി തന്ന ഉണ്ടയാണിത്. ഉണ്ട തന്നോ? ബാംബ്. ഈ വളയം ചടക്കെന്നെടുത്ത് പടക്കെന്നറിഞ്ഞാൽ ഒരു കൂട്ടം തന്നെ ക്ലോസ്. എന്ത്? ഇത് ഊരിക്കളഞ്ഞാലോ? നീ എന്തിനാണ് അത് ഊരി എടുത്തത്? അയ്യോ, എന്റെ അനിയനെ എടുത്തത്. അയ്യോ, എന്റെ ദൈവമേ. ഓടിക്കോ ഓടിക്കോ. അയ്യോ, വീട്ടിൽ കയറിക്കോ.